ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരായ ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും സിസ തോമസിന് കുടിശ്ശികയടക്കം നൽകാൻ ഉത്തരവ് 2 ആഴ്ചയ്ക്കുള്ളിൽ കുടിശ്ശിക നൽകണമെന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിലുണ്ട്. മുൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ഡിജിറ്റൽ സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ സിസ തോമസിന് താൽക്കാലിക പെൻഷനും 2023 മുതലുള്ള കുടിശ്ശികയും നൽകാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സ്ഥിരം പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും ഇത്രയും നാൾ എന്തുകൊണ്ട് നൽകിയില്ല എന്നതിന്റെ കാരണം കാണിച്ചുകൊണ്ട് ട്രിബ്യൂണലിൽ മറുപടി ഫയൽ ചെയ്യാൻ സർക്കാരിനോടും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറോടും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തനിക്കെതിരായുള്ള എല്ലാ നടപടികൾക്കും പിന്നിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയായ സി അജയനാണെന്ന സിസ തോമസിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി കേസിൽ എതിർകക്ഷിയായി ചേർത്താണ് ഹർജി ഫയൽ ചെയ്തത്. സി അജയന് നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടു. 2022 നവംബറിലാണ് ഗവർണറുടെ ഉത്തരവ് പ്രകാരം സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല ഏറ്റെടുത്തത്. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി സിസയുടെ നിയമനം ശരിവെക്കുകയായിരുന്നു. തുടർന്ന് സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി എടുക്കാനുള്ള സർക്കാർ നടത്തിയ ശ്രമം ഹൈക്കോടതി റദ്ദാക്കി. ഇതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും സർക്കാരിന്റെ അപ്പീൽ ഹർജി കോടതി തള്ളിയിരുന്നു. എന്നിട്ടും സിസ തോമസിന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെയാണ് സിസ തോമസ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ജനം, തിരുവനന്തപുരം.